ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ മറ്റേ യുവദീപ്തിയിലൊക്കെ ഒരു മോണിറ്ററി ബെനിഫിറ്റും ഇല്ലാണ്ടാണല്ലോ നിങ്ങൾ ഗ്യാദർ ചെയ്തുകൊണ്ടിരുന്നത്. ഐ ഫീൽ നമ്മൾ കുറച്ചൊക്കെ ടീനേജ് അല്ലെങ്കിൽ ഒരു യൂത്തിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു പാഷൻ ഉണ്ട് എല്ലാത്തിനോടും, ഒരു ഫയറുണ്ട്, എല്ലാം ചെയ്യണം. അല്ലെങ്കിൽ അതിപ്പോൾ എത്ര ടയേർഡ് ആയിക്കോട്ടെ നമ്മളത് ചെയ്യും. പക്ഷെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അത് താനെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ആണെങ്കിലും 2-3 years ഓൾഡർ ദാൻ മീ. അപ്പം അവർ പറയും ലൈക്ക് അവരുടെ ഒരു യൂത്തിലെ സമയത്ത് ഭയങ്കര എനർജി ആയിരുന്നു, ഇങ്ങോട്ട് ഒരു റിസൾട്ടും കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഇതിൽ സിറ്റ് ആൻഡ് വർക്ക് ഹാർഡ്. പക്ഷേ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഇതിലോട്ട് ഇറങ്ങി നോക്കാം എന്തായിരിക്കും, അത് നമ്മൾ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത് ആസ് വി ഗോ ഓൺ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ KSEBകളിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, നമ്മൾ പിള്ളേർ പറയാറുണ്ട് ആ സെക്ഷനിലെ ഒരു ചെറുപ്പക്കാരനെ ചെയ്യാം, അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തത് നല്ലതായിരുന്നു. വേറൊരു ഇച്ചിരി പ്രായമുള്ള ഇച്ചിരി മൂശാട്ടയാണോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അത് പ്രായം കൂടുമ്പം നമ്മുടെ സ്റ്റൈല് അല്ലെ വർഷങ്ങൾ കൂടുമ്പോൾ ഈ പ്രായം കൂടുമ്പോൾ ചിലർക്ക് നമുക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ചുറുചുറുക്കും ആ ഒരു എനർജി ആ പോസിറ്റിവിറ്റിയും ചില ആളുകൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് ഓഫ് കോഴ്സ് സംഭവിക്കാറുണ്ട്. അത് ഉണ്ടാവാതിരിക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ള അല്ല ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു തോട്ടാണ്. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള 5 ഫ്രണ്ട്സിൻ്റെ ആവറേജ് ആയിരിക്കും. അല്ലെ നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള 5 ഫ്രണ്ട്സിൻ്റെ ആവറേജ് ആയിരിക്കും എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പം ഇത് പറയുമ്പോൾ അഞ്ജന ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. കാരണം ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പം ഈ നമ്മുടെ കൂടെയുള്ള 5 ഇതേ സെയിം സാധനം അഞ്ജന എന്നോട് പറയുണ്ടായി. അപ്പോൾ ഈ ടിൻസുവിനോട് ചോദിക്കണം, ഈ എൻ്റെ കൂടെയുള്ള ടിൻസുവിൻ്റെ കൂടെയുള്ള 5 പേര് ആരൊക്കെയാണ്. അപ്പം ഉണ്ടോ ഇത് പറയാതെ തന്നെ ടിൻസു ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വരികയാണ്. അപ്പോൾ കൂടെയുള്ളവർ നമ്മൾ ആക്ച്വലി ഒഫീഷ്യലി കമ്പനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 3 എങ്കിലും അതായത് എൽസോൾ ക്രിയേഷൻസിൽ ഞങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ 4 പാർട്ട്നേഴ്സ്, ഞാൻ ലിജോ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ മീഡിയ വില്ലേജ് ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ BCom പഠിച്ചവരാണ് കേട്ടോ. ഞാൻ, ലിജോ, പിന്നെ ലിബിൻ, റോബിൻ, 4 പേര്. സോളാറിൻ്റെ എൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഞാനും ലിബിനും അതുപോലെ ലിജോയും എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, ഞങ്ങൾ 3 പേര്. സോളാറിന് തന്നെ ദുബായിൽ വേറൊരു കമ്പനിയാണ്, അവിടെ എൻ്റെ അളിയൻ ടിറ്റോയും കൂടെ പാർട്ട്ണറാണ്. UK റീസെൻ്റ്ലി തുടങ്ങിയ കമ്പനിയിൽ ടിറ്റോ, അവിടെ ആളുടെ പേര് ടിറ്റോ എന്നാണ്. അവിടെ ടിറ്റോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് കൂടെ, ആളും പണ്ട് ഇവിടെ നമ്മുടെ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ഉണ്ടായിരുന്ന ആളാട്ടോ, പാർട്ട്ണറായിട്ട് വന്നത്. റോബിൻ ഒരു സമയത്ത് ഞങ്ങൾ ചെറുപ്പം തൊട്ട് സുഹൃത്തുക്കളാണെങ്കിലും അക്കൗണ്ട്സും കാര്യങ്ങളുമായിട്ട് മുമ്പേ പറഞ്ഞ പോലെ ആ ജുജേജിയുടെ ഗ്യാപ്പിൽ ഒന്ന് വന്നതാണ്. അത് കഴിഞ്ഞാണ് പാർട്ട്ണറായിട്ട് കൂടെ കൂടുന്നത്. ലിജോ സെയിൽസിൽ എക്സിക്യൂട്ടീവായിട്ട് വന്നതാണ്, അതിനുശേഷം സെയിൽസ് ഹെഡായി മാനേജർ പൊസിഷനിൽ വന്നു. ഇപ്പോൾ ലിജോയും എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് കമ്പനിയുടെ. അങ്ങനെ ആണ് പിന്നെ നമ്മുടെ ട്രേഡിംഗ് ഡിവിഷൻ, അതിൽ ഞാനും ലിബിനും എൻ്റെ വൈഫ് ശില്പ, ഞങ്ങൾ 3 പേരുമാണ് പാർട്ട്നേഴ്സായിട്ടുള്ളത്. ഇപ്പം ചെറുപ്പം തൊട്ട് റോബിൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ശില്പയാണെങ്കിലും ഒത്തിരി വർഷമായിട്ട് സൗഹൃദത്തിലും ഒക്കെ ആയിട്ടും കൂടെയുണ്ട്, കമ്പനിയിലും അല്ലാതെയൊക്കെ ആയിട്ട് പണ്ട് തൊട്ടേ കൂടെയുള്ളതാണ്. ചില പെണ്ണുങ്ങൾ കയറി വന്നാൽ ഐശ്വര്യമാണെന്ന് പറയാറുണ്ട്. ഞാൻ ഈ ടിൻസു കല്യാണം കഴിക്കുന്നതിന് മുന്നേ ടിൻസുവിനെ അറിയാമെന്നുകൊണ്ട് പറയുന്നതാണ്. ഈ ശില്പ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണോ ഈ സമയം വിജയങ്ങളെല്ലാം? അപ്പം തീർച്ചയായിട്ടും ഒത്തിരി ചേഞ്ചസും. അപ്പം ഞാൻ വേറൊരു സിമ്പിളായിട്ട് ഓർക്കുമായിരുന്നു. അതായത് മുമ്പ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വല്യപ്പനും അപ്പനും ഒക്കെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ശില്പയുടെ പേരൻസിൻ്റെ കേസിലേക്ക് വന്നാൽ ശില്പയുടെ മമ്മിയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ വല്യപ്പൻ അന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അത്രയും പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഒരു കുടുംബം 2 കുടുംബം കൂടെ കൂടുമ്പോൾ അവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും, അല്ലെങ്കിൽ ശില്പയുടെ അങ്കിള അമ്മയുടെ ആങ്ങള ഫാദർ ജോബി മൂലയിൽ ജോജിരച്ചൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ ഇടവപ്പള്ളിയിൽ അന്ന് വന്ന് ആദ്യമായിട്ട് അച്ഛനെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ഡ്രൈവ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ജോബി അച്ഛനായിട്ട് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന അയർക്കുന്നം എൻ്റെ ഇടവപ്പള്ളിയിലാണ്. അപ്പോൾ അച്ഛന് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതിൻ്റെ തലേ ആഴ്ച ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി രഹസ്യമായിട്ടൊന്ന് വരും. അപ്പോൾ അതിന് തലേ ആഴ്ചയായിരിക്കും പോകാൻ നിൽക്കുന്ന അച്ഛനൊന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇടവപ്പള്ളി പരിചയപ്പെടാൻ വേണ്ടി വരുമ്പോൾ
ഞാനന്ന് അൾത്താരവാരന്മാരുടെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ അച്ഛൻ പഴയ അച്ഛൻ പോകാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മുറിയിലൊക്കെ ചില ജോലികളൊക്കെ പെട്ടി വായിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ട്. ആ സമയത്താണ് ഈ ജോബി അച്ഛനെ കൊണ്ട് വരുന്നത്. അച്ഛനെ പരിചയപ്പെടാൻ വേണ്ടി വരുമ്പോൾ ആ ഇടവകയിൽ ആദ്യം പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ജോബി അച്ഛൻ്റെ ആദ്യത്തെ പള്ളിയിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഇടവക അംഗം കുഞ്ഞാട് ഞാനാണ്. അപ്പോൾ പിന്നീട് ഞാനിങ്ങനെ അപ്പം പഴയ അച്ഛൻ കരിപ്പിക്കാമ്പുറം അച്ഛനാണ്, അനിൽ കരിപ്പിക്കാമ്പുറം. അപ്പോൾ അച്ഛനിങ്ങനെ പരിചയപ്പെടുത്തി ഇവൻ സെമിനാരി പോകാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി. അച്ഛൻ പിറ്റേ ആഴ്ച ചാർജ് എടുത്തതിന് ശേഷം ഉടനെ എന്നെ വിളിച്ചു. പിന്നെ അച്ഛനിങ്ങനെ ജോബി അച്ഛനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു നല്ല ഓർമ്മ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഫാമിലി ആണെങ്കിലും ഒത്തിരി പ്രയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആണ്. അതുപോലെ തന്നെ ശില്പയാണെങ്കിലും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും പണ്ട് ജീസസ് യൂത്തിലൊക്കെ കുറച്ചൊക്കെ പോകുമായിരുന്നു. ഇപ്പം അങ്ങനെ ഉള്ള കമ്മ്യൂണിറ്റിയിലായിട്ടില്ല, അല്ലാതെ പള്ളിയിലും കാര്യങ്ങളായിട്ട് പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ശില്പയാണെങ്കിലും പ്രയർ ലൈഫായിട്ടാണെങ്കിലും അല്ലെ സപ്പോർട്ടായിട്ടാണെങ്കിലും നമുക്ക് ചലഞ്ചസും പ്രശ്നങ്ങളും പറയുമ്പോഴാണെങ്കിലും ഓഫ് കോഴ്സ് ഒത്തിരി കൂടെയുണ്ട്, പിന്തുണച്ച് നിൽക്കുന്നുണ്ട്. ഒരു ലൈഫ് പാർട്ണറായിട്ടും അതുപോലെ ബിസിനസ് പാർട്ണറായിട്ടും ഒത്തിരി സപ്പോർട്ട് തീർച്ചയായിട്ടും അവളുടെ ഉണ്ട്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഓട്ടം എന്ന് പറയുമ്പോൾ ഈ മുമ്പേ പറഞ്ഞില്ലേ രാത്രി വരിക എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും ഈ ഹാർഡ് വർക്ക് കൂടുമ്പം ചിലപ്പോഴെങ്കിലും ഫാമിലിയുടെ ടൈമിൽ ചിലപ്പോൾ അല്പസ്വല്പം കുറവുകളുണ്ടാവാം. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ അവർ മാനേജ് ചെയ്യണം, ബാലൻസ് ചെയ്യണം. അങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പ്ലസ് ആ ഒരു അവൾ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഓഫ് കോഴ്സ് കമ്പനിയിൽ ഒരു നല്ല ഡെവലപ്മെൻറ്റും ഗ്രോത്തും അത് ഈവൻ ശില്പയുടെ നല്ല ഞങ്ങൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ആരുടെ എടുത്താലും ഇപ്പം ലിവിൻ്റെ കൂടെ അബി, ലിവിൻ്റെ വൈഫ് അല്ലെ റോബിൻ്റെ വൈഫ് ജോസ്ന, ലിജോയുടെ വൈഫ് മരിയ, എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു എൽസോൾ ഫാമിലിയിൽ ഞങ്ങൾ കോമൺ ആയിട്ട് ആ എൽസോൾ ഫാമിലിയിലിട്ട് അങ്ങ് ചേർന്ന് ഓരോ റോളെടുത്ത് ഓരോ ഇൻവോൾവ് ആയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് ലൈഫ് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുന്നുണ്ട്. ഈ നിങ്ങളുടെ കഥ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അത് ഒരു പക്ഷേ എനിക്ക് ഇവരെ കുറച്ച് അറിയാവുന്നത് കൊണ്ട് ആണെങ്കിൽ പോലും ഞാൻ എക്സൈറ്റഡ് ആവുന്നുണ്ട് ഓരോ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുമ്പോഴും. അഞ്ജന അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അഞ്ജനയ്ക്ക് നേരത്തെ പരിചയമില്ല അല്ലേ? ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ സൗഹൃദങ്ങൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയൊരു സ്റ്റാർട്ടപ്പിലേക്കൊക്കെ വരുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകാമായിരുന്നു, നിങ്ങൾ പോയില്ല, നിങ്ങൾ ഇവിടെ തന്നെ നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സൗഹൃദം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. ബാല്യകാലത്തിൽ ദൈവം നമ്മുടെ അയൽവക്കക്കാരായി തന്ന കുട്ടികൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളാകുന്നു. ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അവരെ തന്നെ കൂടെ കൂട്ടുന്നു. ഈ സൗഹൃദത്തിന് വില കൽപ്പിക്കുന്നതുകൊണ്ടാണ്. അത് ടിൻസു മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വളരെ കണക്റ്റഡാണ് നിങ്ങളെല്ലാവരും. ഈ സൗഹൃദത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ജീവിതത്തിൽ? കുറച്ച് മുമ്പേ റോബിന് അവരുടെ ഒരു USP ക്രിയേഷൻസിൻ്റെ USPയുടെ പാർട്ടായിട്ടൊരു ഇത് പറഞ്ഞായിരുന്നു, ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ. അതായത് ഇവിടെയാണെങ്കിലും സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ അല്ലേ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സൗഹൃദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാൽ ഇപ്പം വിവാഹ ജീവിതത്തിലാണെങ്കിലും നമ്മളിപ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുമെങ്കിലും ഓഫ് കോഴ്സ് റീസെൻ്റ്ലി തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലെ കണ്ടാണ് ദാമ്പത്യ ജീവിതം എങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്ന് ഒത്തിരി ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു വലിയ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ എന്തൊക്കെയോ. അപ്പോൾ ഇത് എപ്പോൾ വേണേലും ആരുടെ ഇടയ്ക്കും സംഭവിക്കാം, ഏത് ബിസിനസ് പാർട്ട്നേഴ്സിനിടയ്ക്കും ഏത് സൗഹൃദത്തിലും സംഭവിക്കാം. അപ്പോൾ അവിടെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമുക്ക് നല്ലതും ചീത്തയും ഡിസ്കസ് ചെയ്യണം. ഇഷ്ടക്കേടുണ്ടാവും ഓഫ് കോഴ്സ്. ഇപ്പം ഞാനും റോബിനും കൂടെ ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം റോബിന് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചിലപ്പോൾ ചെയ്തേക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ റോബിൻ ചിലപ്പോൾ സംസാരിക്കും. അപ്പം അത് ഒന്നെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അതെന്താ അങ്ങനെയെന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ തന്നെ സൗഹൃദങ്ങളെ നമുക്ക് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് കാര്യമാണ് എനിക്ക് സൗഹൃദത്തിൽ മെയിനായിട്ട്. ഒന്ന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, രണ്ട് ക്ഷമിക്കാൻ പറ്റണം. എത്രയാണെങ്കിലും എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു എക്സാമ്പിളാണ്. പണ്ടൊരു ടോക്കിൽ കേട്ടാണ് ഈ എബ്രഹാം ലിങ്കൺ ഒരു വലിയ ഇവൻറ്റ് നടക്കുമ്പോൾ എബ്രഹാം ലിങ്കൻ്റെ വൈഫിനെ എല്ലാവരും കൂടി ഇങ്ങനെ കുറേ കളിയാക്കി, എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴേക്കും എബ്രഹാം ലിങ്കണും ആ കൂടെ കളിയാക്കി നല്ലതായിട്ട്. അപ്പോൾ ഫുൾ സദസ്സിനിക്ക് പുള്ളിക്കാരത്തി എബ്രഹാം ലിങ്കൻ്റെ മുഖത്തടിച്ചു.
അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റാണ്, ഫുൾ ഗാർഡും എല്ലാവരും ഫുൾ സ്റ്റക്കായി, എല്ലാവരും എന്താ ചെയ്യണ്ടേ, മൊത്തം സദസ്സ് സ്റ്റക്കായി. അപ്പം ഒരു നിമിഷം ഒന്ന് ഇതായിട്ട് പുള്ളി അങ്ങ് കൂളായിട്ട് അങ്ങ് കാഷ്വലി ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് വിട്ടു. തിരിച്ചടിക്കാൻ പോവോ, അതൊരു പ്രശ്നമാക്കുമോ, വലിയ ഇഷ്യൂ ആക്കുമോ ഒന്നും ചെയ്യാതെ ആ സദസ്സ് അങ്ങ് നാച്ചുറലി പോയി. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ചോദിച്ചു, അങ്ങ് ഇത്രയും വലിയ പരമോന്നത പൊസിഷനിലിരിക്കുന്ന ആളാണ്, എന്നിട്ട് വൈഫ് എല്ലാവരുടെയും മുന്നിൽ മുഖത്തടിച്ചിട്ട് എന്താണ് പ്രതികരിക്കാൻ, വേണേൽ ജയിലിൽ വരെ അടയ്ക്കാമായിരുന്നു, എന്തും ചെയ്യാമായിരുന്നു, എന്താ ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇത്രയും വലിയ ആളാണെന്നും ഇത്രയും വലിയ പൊസിഷനിലുള്ളതാണെന്നും ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് ഇവിടെ നടക്കുന്നതെന്നും ഈ ലോകത്ത് ബാക്കി ആരെക്കാളും നന്നായിട്ട് അറിയാവുന്ന അവൾക്ക്, എന്നിട്ട് അവൾ എന്നെ അടിക്കണമെങ്കിൽ ഞാൻ എന്തുമാത്രം തെറ്റെൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സൗഹൃദത്തിലും ജീവിതത്തിലും നമുക്ക് ചില അടികൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ ആളുടെ സാഹചര്യം കൊണ്ടും മറ്റെന്തെങ്കിലും കൊണ്ടും കൂടെയൊക്കെ ആണെന്നും കൂടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനും ക്ഷമിക്കാനും ഉള്ളൊരു മൈൻഡ് നമ്മൾ ചിലപ്പോൾ സാഹചര്യമായിരിക്കാം, ചിലപ്പം നമ്മുടെ തന്നെ പിഴവുകളായിരിക്കാം. അപ്പം അങ്ങനെ അതിനെ മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ സൗഹൃദങ്ങൾ നമുക്ക് നന്നായി കൊണ്ടുപോകാം. സൗഹൃദങ്ങൾ ഞങ്ങൾ ബിസിനസ്സിൽ കൂടെ കൂട്ടി സൗഹൃദങ്ങളെ, അതുപോലെ നമുക്ക് ജോലിയിൽ സൗഹൃദങ്ങളെ കൂടെ കൂട്ടാം, യാത്രകളിൽ സൗഹൃദങ്ങൾ നമുക്ക് ഒത്തിരി ഊർജ്ജം പകരും. കാരണം എപ്പോഴും ലൈഫ് ഇങ്ങനെ കയറ്റവും ഇറക്കവും എന്തായാലും കാണുമല്ലോ, ആരായാലും. നമ്മൾ ഇപ്പം ഞങ്ങൾ ചിന്തിക്കും, അച്ഛന്മാർക്കൊക്കെ എന്ത് സുഖമാണ്, അല്ലെ എല്ലാവരും ഓരോരുത്തർക്കും ചിന്തിക്കരുത്, ചുമ്മാ പറയുക. അല്ലെങ്കിൽ ഇപ്പം അഞ്ജന ചിന്തിക്കും, ചേട്ടനൊക്കെ ബിസിനസ് സൂപ്പർ, നല്ല കാറിൽ നടക്കുന്നു, നല്ല വണ്ടി ഉഷാറായിട്ട് പോകുന്നു. അപ്പം ഞങ്ങൾ ചിന്തിക്കും, അഞ്ജനയൊക്കെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് എന്ത് സുഖമാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറഞ്ഞതുപോലെ ആ കയറ്റിറക്കങ്ങൾ ഉണ്ടാകുമ്പം സൗഹൃദങ്ങൾ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നല്ല സൗഹൃദങ്ങൾ, അതായത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ, ചിന്തയിൽ നന്മയുള്ളവർ, അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ നമ്മുടെ ബൈബിളിൽ തന്നെ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുന്നുണ്ടല്ലോ, ആൾ വീട് വിട്ടിറങ്ങി കാശുമായിട്ട് നടന്നപ്പോൾ കുറേ സൗഹൃദങ്ങളുണ്ടായിരുന്നു. അത് കള്ളു കുടിക്കാനോ അല്ലെ ചൂത് കളിക്കാനോ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടി മാത്രം ഉള്ള സമയത്ത് കൂടെയുള്ള സൗഹൃദങ്ങളായിരുന്നു. അങ്ങനെയല്ലാതെ നമ്മുടെ ദുഃഖത്തിലും കൂടെയുള്ള, നമ്മുടെ ഇല്ലായ്മയിലും കൂടെയുള്ള സൗഹൃദങ്ങൾ, നന്മ ആഗ്രഹിക്കുന്ന സൗഹൃദങ്ങൾ. അല്ലെ ഇപ്പം ഞാനും ലിബിനുമാണെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ പറയും, അല്ലെ പിന്നെ നമുക്ക് ജസ്റ്റ് അതങ്ങ് ഇങ്ങനെ ചെയ്താലോ, പൊട്ടെന്ന് വെച്ചാലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ 1% അല്ലെ 10% ഞാനൊരു തെറ്റ് വേർഷം പറഞ്ഞാൽ ലിബിൻ പറയും, വേണ്ട എന്തേലും ആട്ടെ, 10 രൂപ പോയാലും കുഴപ്പമില്ല, അതിങ്ങനെ നല്ലതായിട്ട് ചെയ്യാം. അല്ലെ അടുത്ത സാഹചര്യം വരുമ്പോൾ റോബിൻ പറയും. അല്ലെ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കപ്പ് ചെയ്ത് നല്ലത് വരട്ടെ, പോസിറ്റീവ് വരട്ടെ, ആ ഒരു വേർഷൻ പിടിക്കും. അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങൾ എപ്പോഴും പേഴ്സണൽ ബോർഡറിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ ഇടയിൽ, ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്തായാലും അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു സുഹൃത്ത് വലയത്തിൽ നിന്ന്, അതിപ്പം തമാശയ്ക്ക് കളിയാക്കാനാണെങ്കിൽ കളിയാക്കാൻ, സങ്കടങ്ങൾ വരുമ്പം കൂടെ നിൽക്കാനാണെങ്കിൽ കൂടെ കരയാനാണെങ്കിൽ അത്, അങ്ങനെ എല്ലാ ആവശ്യങ്ങളിലും ഒരു ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ചിലപ്പം മറ്റ് ലേബലുകളില്ലാതെ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു ടിൻസ് നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ കാര്യങ്ങൾ വളരെ ഫ്ലോയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചില ഇപ്പോൾ പാർട്ട്നേഴ്സ് ആകുമ്പം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, അവർ ബിസിനസ്സിലോട്ട് വരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് അവിടെ കമ്മ്യൂണിക്കേഷൻ വേണം, പക്ഷേ അവിടെ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാനേ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ വന്നിട്ട് അവൻ ഇത്രയും വളർന്നു, ഞാനല്ലേ, ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ കുറേ ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ അവർ കുഞ്ഞിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, അവരുടെ ഐഡിയ ആയിരിക്കും ഇത് തുടങ്ങിയത്, പക്ഷേ ആ ഒരു ഒറ്റ ഈഗോ കാരണം തല്ലി പിരിഞ്ഞു പോകുന്നുണ്ട്. സോ നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമുക്ക് ഈഗോ വരും, മാറ്റാൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? ദാറ്റ് ഈസ് അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് വിശാലമായിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലാത്തൊരു കൾച്ചറാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ പോലെ കാണുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു പാർട്ട്ണർ വരിക, ഷെയർ ഹോൾഡർ വരിക, ഇൻവെസ്റ്റർ വരിക എന്നൊക്കെ പറയുമ്പോൾ എന്തോ ലിമിറ്റേഷൻസ് ആയിട്ടാണ് നമ്മുടെ നാട് കാണുന്നത്. പക്ഷേ അങ്ങനല്ല. അതിനെ ലോകത്തിലെ എല്ലാ ബിസിനസ്സുകാരെ എടുത്തു നോക്കൂ. മാർക്ക് സുക്കർബർഗ് ആയിക്കോട്ടെ, ജെഫ് ബെസോസ് ആയിക്കോട്ടെ, അല്ലെ എലോൺ മാസ്ക് ആയിക്കോട്ടെ,
അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ കൊച്ചൗസ് ചിറ്റിലപ്പള്ളി ആയിക്കോട്ടെ, ഇവരെല്ലാം പബ്ലിക് ലിസ്റ്റിംഗ് ചെയ്ത് അവരുടെ കമ്പനിയിൽ ജനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും വളരെയധികം എടുത്തിരിക്കുക. അവർക്ക് ഈ പറഞ്ഞ എല്ലാവർക്കും വൺമാൻ ഷോ അല്ല, വൺമാൻ ഷോ. അവർക്കെല്ലാം ഈ പറഞ്ഞ ഒട്ടുമിക്ക ആളുകൾക്കും 20% അതിന് താഴെ മാത്രമേ അവരുടെ കമ്പനിയിൽ ഷെയർ പോലും ഉള്ളൂ. അപ്പോൾ നമുക്ക് ആർക്കും കൊടുക്കാതെ നമ്മുടെ കമ്പനി എൻ്റെ മാത്രമാക്കി വെച്ചിട്ട് അതിൻ്റെ 100% എൻജോയ് ചെയ്ത് വേണേൽ ഒരു 10 കോടി ടേണോറുള്ള കമ്പനി ആക്കാം. അതിന് പകരം ഒരു 10,000 കോടി ടേണോറുള്ള കമ്പനി ആക്കിയിട്ട് ഒരു 20% ഉണ്ടെങ്കിൽ മറ്റതിൻ്റെ പല മടങ്ങ് ഇരട്ടി അസറ്റും കപ്പാസിറ്റിയും നമുക്കുണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ സൗഹൃദത്തിലാണെങ്കിലും ഈഗോയിലാണെങ്കിലും നമുക്ക് ഒത്തിരി ഇനി അവസരങ്ങൾ കിടക്കുമല്ലേ വളരാനും മെച്ചപ്പെടുത്താനും നന്നാവാനും. അപ്പം ജെന്യുവനായിട്ട് ആരെങ്കിലും പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് അത് ഈ ഒരു ഭൂമിയുടെ ഒരു നേച്ചറാണ്. നമ്മുടെ പൗലോ കൊയ്ലോ പറയുന്ന പോലെ ആ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ വെൻ യു റിയലി വാണ്ട് സംതിങ്, അപ്പം അത്രയും ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതിന് ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഈ സൗഹൃദത്തിലാണെങ്കിലും അത്തരത്തിലെ ചെറിയ ഈഗോയോ കൺഫ്യൂഷനോ എന്നുള്ളതല്ലാതെ ഇനി ജീവിതം മുന്നോട്ട് കിടക്കുവാണ്. നമ്മൾ ഈ ചെറിയ പ്രശ്നവും വള്ളിക്കെട്ട് ഈഗോയും ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു നാളെ ഞാനുണ്ടോ ഇല്ലയോ. നമ്മൾ ഇങ്ങോട്ട് കയറി വരാൻ നേരം അച്ഛൻ പറയുമായിരുന്നു, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ അഞ്ജന ഒരു ചോദ്യം ചോദിച്ചെന്ന്, മരണം ഉള്ളതുകൊണ്ടല്ലേ ജീവിതത്തിന് ഒരു സന്തോഷവും ഒരു ത്രില്ലും ഉള്ളത്, ഒരിക്കലും മരിക്കത്തില്ലെങ്കിൽ ഇത് ഇത്രയും സന്തോഷമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എന്താണ് അടുത്ത നിമിഷം വരുന്നത്, നമ്മുടെ കയ്യിൽ നാളെ എന്ത് നമ്മുടെ കൈ കാണില്ലെന്ന് നമുക്കറിയില്ല. അപ്പോൾ ക്ഷമിക്കാൻ പറ്റണം, ഈഗോ മാറ്റി വെക്കാൻ പറ്റണം, ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റണം, നന്മയും പോസിറ്റീവും നമ്മളായിരിക്കുന്നിടത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. ഇങ്ങനൊരു ചൊല്ലുണ്ടല്ലോ, അതായത് വള്ളത്തോളാന്ന് പറഞ്ഞിട്ട് വള്ളത്തോളം ഫ്രഷ് ആകാൻ വേണ്ടി പറഞ്ഞല്ലേ, ഇങ്ങനൊരു പറച്ചിലുണ്ടല്ലോ, അതായത് ഈ ഒറ്റയ്ക്ക് നടന്ന ഒത്തിരി സ്പീഡിൽ നടക്കാം, പക്ഷേ ഒരുമിച്ച് നടന്നാൽ ഒരുപാട് ദൂരം നടക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. എൽസോളിൻ്റെ യാത്രയിലും തീർച്ചയായിട്ടും ഒരാൾ ഒറ്റയ്ക്ക് നടന്ന ഒരു കഥയല്ല, മറിച്ച് ഒരുപാട് പേര് ഒരുപാട് ദൂരം ഒരുമിച്ച് നടക്കുന്ന ഒരു കഥയാണ്. ഇത് ഇത്രയും നേരം കേട്ടിരിക്കുമ്പോൾ രസകരമാണ് ഓരോ ചോദ്യങ്ങളും. ടിൻസൂനെ ഞാൻ മുമ്പേ പറഞ്ഞില്ല, എനിക്ക് നേരിട്ട് നിങ്ങളെയൊക്കെ അറിയാമെങ്കിലും എനിക്കും ഇത് വളരെ ത്രിൽഡാണ് ഇത് കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഒരു അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞപ്പോൾ ഓർത്തെ, ഈ എൽസോൾ എന്നുള്ള പേര് പറയുന്നു, ആ പേരിട്ട ആളാണ് ഈ ഇരിക്കുന്നത്. അത് ഞാനിട്ടതല്ല, മറിച്ച് ഈ ടിൻസു ഇങ്ങനെ ഞാൻ പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് ഉണ്ടായിരുന്ന കാലത്ത് ആ സൗഹൃദവും ഇവരുമായിട്ടൊക്കെ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി കഴിഞ്ഞ് തീർച്ചയായിട്ടും ഇങ്ങനെ പിന്നീട് അവിടെ സ്ഥലം മാറി പോകുമ്പോൾ ടിൻസു ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുകയും ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സൗഹൃദം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോടൊരു കുറച്ച് പേരുകൾ സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു പേര് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് എൽസോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൽസോൾ സ്പാനിഷ് വേർഡാണ്. ഇത് സോളാർ എനർജി ആണല്ലോ. അപ്പോൾ അത് സോളാർ എന്ന് പറയുമ്പം സണ്ണിൽ നിന്നാണല്ലോ സോളാർ വരുന്നത്. അപ്പം യഥാർത്ഥ ഊർജം കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ദൈവമാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സോളാർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനൊരു പേര് ഞാൻ സജസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അത് തീരുമാനമെടുത്തും അത് തന്നെ ഇടാൻ തീരുമാനിച്ചൊക്കെ ടിൻസുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കെപ്പോഴും ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തകരമായി ജീവിതത്തെ കൊണ്ടുപോകുന്ന മറ്റൊരു ടീമിനെ പരിചയപ്പെടുത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി. പ്രത്യേകിച്ച് എൽസോൾ ടീമിന്, ടിൻസുവിനും റോബിനും ഇന്ന് ഞങ്ങളോടൊപ്പം ഇത്രയും നേരമായിരുന്നതിന് പ്രത്യേകം മാക് ടിവിയുടെ പേരിൽ ഞങ്ങളുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.